ഇന്ത്യൻ റെയിൽവേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ളതും സങ്കീർണവുമായ ഗതാഗത ശൃംഖലകളിൽ ഒന്നാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയതും വിപുലവുമായ തീവണ്ടി പാത ശൃംഖലകളിൽ ഒന്നുകൂടിയാണ് ഇന്ത്യൻ റെയിൽവേ. ഏകദേശം 5000 കോടി യാത്രക്കാരും 650 ദശലക്ഷം ടൺ ചരക്കും ഓരോ വർഷവും ഇന്ത്യൻ റെയിൽവേ പാതകളിലൂടെ നീങ്ങുന്നുണ്ട്. എല്ലാ പ്രധാന സംസ്ഥാനങ്ങളിലൂടെയും റെയിൽവേ നിലനിൽക്കുന്നു. മാത്രമല്ല 16 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ. എന്നാൽ ഇവിടെ ജോലി ചെയ്യുന്നവരുടെ ശമ്പളം എത്രയാണെന്ന് അറിയാമോ? ലോക്കോ പൈലറ്റിന് എത്ര രൂപ ലഭിക്കും? നോക്കാം വിശദമായി. ഞാൻ ഗ്രീഷ്മ. കോടിക്കണക്കിന് ആളുകളെ ദിവസേന സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുന്ന ഈ സംവിധാനം കഴിഞ്ഞ കുറേ വർഷങ്ങളായി വലിയ നവീകരണങ്ങൾക്കും സാങ്കേതിക പുരോഗതിക്കും സാക്ഷ്യം വഹിക്കുകയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് പോലുള്ള അത്യാധുനിക ട്രെയിനുകളുടെ വരവോടെ ഇന്ത്യൻ റെയിൽവേ ആധുനികതയുടെ പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനങ്ങളിൽ ഒന്നെന്ന നിലയിലും ഇന്ത്യൻ റെയിൽവേക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും അഭിമാനകരവും ഉത്തരവാദിത്വം നിറഞ്ഞതുമായ ജോലികളിലൊന്നാണ് ലോക്കോ പൈലറ്റിൻ്റേത്. ട്രെയിനുകളെ നിയന്ത്രിക്കുകയും ആയിരക്കണക്കിന് യാത്രക്കാരുടെ ജീവൻ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയുമാണ് ഇവരുടെ പ്രധാന ചുമതല. പലർക്കും സ്വപ്നമായി തോന്നുന്ന ഒരു ജോലിയാണെങ്കിലും ഈ ജോലിയുടെ മഹത്വത്തിനൊപ്പം തന്നെ വലിയ ഉത്തരവാദിത്വവും സമ്മർദ്ദവും ഉണ്ടെന്ന കാര്യം ഓർക്കണം. സ്ലീപ്പർ ക്ലാസ് ട്രെയിനുകൾ മുതൽ രാജധാനി, ശതാബ്ദി, വന്ദേ ഭാരത് പോലുള്ള ഹൈസ്പീഡ് പ്രീമിയർ ട്രെയിനുകൾ വരെ ഇന്ത്യൻ റെയിൽവേയിൽ സർവീസ് നടത്തുന്നുണ്ട്. ഓരോ ട്രെയിനിന്റെയും വേഗതയും സാങ്കേതിക സംവിധാനങ്ങളും വ്യത്യസ്തമായതിനാൽ അവ കൈകാര്യം ചെയ്യുന്ന ലോക്കോ പൈലറ്റുമാരുടെ പരിശീലനവും പരിചയവും അനുസരിച്ച് വ്യത്യാസപ്പെടും. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശമ്പളവും അലവൻസുകളും നിശ്ചയിക്കപ്പെടുന്നത്. ഉയർന്ന വേഗതയിൽ ട്രെയിനുകൾ ഓടിക്കുന്നതോടെ ഉത്തരവാദിത്തം വർദ്ധിക്കുകയും അതിനനുസരിച്ച് പ്രതിഫലം ഉയരുകയും ചെയ്യുന്നു. ഒരു ലോക്കോ പൈലറ്റിന്റെ കരിയർ ആരംഭിക്കുന്നത് സാധാരണയായി അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന നിലയിലാണ്. പുതുതായി നിയമിക്കപ്പെടുന്ന ഒരു ALPക്ക് ഏകദേശം 19,900 രൂപയാണ് അടിസ്ഥാന ശമ്പളം. ഇതിനു പുറമെ DA, യാത്രാ അലവൻസ്, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ കൂടി ചേർന്നാൽ പ്രതിമാസ വരുമാനം ഏകദേശം 25,000 മുതൽ 35,000 രൂപ വരെ ഉണ്ടാകും. സേവനകാലം കൂടുന്നതിനും പരീക്ഷകളും പരിശീലനങ്ങളും വിജയകരമായി പൂർത്തിയാക്കുന്നതിനും അനുസരിച്ച് സ്ഥാനക്കയറ്റം ഉണ്ടാകും. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൽ നിന്ന് ലോക്കോ പൈലറ്റ്, പിന്നീട് സീനിയർ ലോക്കോ പൈലറ്റ്, അതിനുശേഷം ചീഫ് ലോക്കോ പൈലറ്റ് എന്നിങ്ങനെയാണ് പ്രമോഷൻ ക്രമം. ഓരോ ഘട്ടത്തിലും ശമ്പളത്തിലും അലവൻസുകളിലും കാര്യമായ വർധനവ് ഉണ്ടാകും. DA, HRA, ദൂരം അടിസ്ഥാനമാക്കിയുള്ള അലവൻസുകൾ, പ്രത്യേക ഷിഫ്റ്റ് അലവൻസുകൾ എന്നിവയൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. രാജധാനി, ശതാബ്ദി ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും പ്രീമിയം വിഭാഗത്തിൽപ്പെടുന്ന ട്രെയിനുകളാണ്. ഉയർന്ന വേഗതയും കൃത്യതയും സമയക്രമവും ആവശ്യമുള്ളതിനാൽ മികച്ച വൈദഗ്ധ്യവും ദീർഘകാല പരിചയവുമുള്ള ലോക്കോ പൈലറ്റുമാരെയാണ് ഇവിടെ നിയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനുകൾ കൈകാര്യം ചെയ്യുന്ന ഡ്രൈവർമാർക്ക് പ്രത്യേക അലവൻസുകളും ദൂരം അടിസ്ഥാനമാക്കിയുള്ള അധിക ആനുകൂല്യങ്ങളും ലഭിക്കും. റിപ്പോർട്ടുകൾ പ്രകാരം പരിചയസമ്പന്നനായ ഒരു രാജധാനി അല്ലെങ്കിൽ ശതാബ്ദി ലോക്കോ പൈലറ്റിന് പ്രതിമാസം ഏകദേശം 35,000 മുതൽ 55,000 രൂപ വരെ ശമ്പളം ലഭിക്കും. ചിലർക്ക് സർവീസും റൂട്ടും അനുസരിച്ച് ഇതിലും കൂടുതൽ വരുമാനം ലഭിക്കുന്നതായും കാണാം. ഇതിൽ നിന്നും ഒരു പടി മുന്നിലാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ. സെമി ഹൈസ്പീഡ് വിഭാഗത്തിൽപ്പെടുന്ന ഈ ട്രെയിനുകൾ ഇന്ന് ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാന ചിഹ്നമായി മാറിയിട്ടുണ്ട്. അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളോട് കൂടി പ്രവർത്തിക്കുന്ന ഈ ട്രെയിനുകൾ രാജധാനിയേക്കാളും ശതാബ്ദിയേക്കാളും ഉയർന്ന സാങ്കേതിക പരിജ്ഞാനം ആവശ്യമാണ്. അതിനാൽ തന്നെ വന്ദേ ഭാരത് ട്രെയിനുകൾ കൈകാര്യം ചെയ്യുന്ന ലോക്കോ പൈലറ്റുമാർക്ക് പ്രത്യേക പരിശീലനവും ഉയർന്ന ഉത്തരവാദിത്വവും ഉണ്ട്. ഇന്ത്യൻ റെയിൽവേയിൽ നിലവിൽ ഏറ്റവും ഉയർന്ന ശമ്പളം ലഭിക്കുന്നവരിൽ മുൻനിരയിൽ വന്ദേ ഭാരത് ലോക്കോ പൈലറ്റുമാരാണ്. കത്ര, ശ്രീനഗർ പോലുള്ള ദീർഘദൂരവും പ്രീമിയവുമായ റൂട്ടുകളിൽ സർവീസ് ചെയ്യുന്ന വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഡ്രൈവർമാർക്ക് അലവൻസുകൾ ഉൾപ്പെടെ പ്രതിമാസം ഏകദേശം 70,000 മുതൽ 1,10,000 രൂപ വരെ ശമ്പളം ലഭിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ലോക്കോ പൈലറ്റ് എന്ന ജോലി വെറും ഒരു സർക്കാർ ജോലി മാത്രമല്ല, വലിയ അഭിമാനവും സാമൂഹിക ഉത്തരവാദിത്വവും മാന്യവുമായ ശമ്പളവും ഒരുമിച്ച് നൽകുന്ന ഒരു കരിയർ വഴിയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ വേതനം കൈപ്പറ്റുന്നവർ വന്ദേ ഭാരത് ട്രെയിൻ ലോക്കോ പൈലറ്റുമാരാണ്. അതിന് പിന്നാലെ രാജധാനി, ശതാബ്ദി പോലുള്ള പ്രീമിയർ ട്രെയിനുകളുടെ ഡ്രൈവർമാരും. അതിനാൽ ഇന്ത്യൻ റെയിൽവേയുടെ ലോക്കോ പൈലറ്റ് സ്വപ്ന ജോലിയായി നിലനിൽക്കും.